ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചെടിച്ചട്ടി ആയിട്ടാണ്. ഇത് എളുപ്പത്തിലുണ്ടാക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചത്. എനിക്കിനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സിമെൻറ്റും ക്ലോത്തും കൂടി വെച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതിന് ഞാൻ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്ര ഹൈറ്റുള്ള കാർഡ്ബോർഡ് ബോക്സ് എടുത്തത്. നിങ്ങൾക്ക് എത്ര ഹൈറ്റാണ് ആവശ്യം അതേപോലെ എടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് സിമെൻ്റ് ആകാതിരിക്കുന്നതിന് വേണ്ടി ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഇതേപോലെ എല്ലാ സൈഡിലും ന്യൂസ് പേപ്പർ വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ നീളമുള്ളൊരു കാർഡ്ബോർഡ് എടുക്കണം. ഇതിൻ്റെ അടിയിൽ തെർമോക്കോളുണ്ട്. തെർമോക്കോളിൻ്റെ പുറത്താണ് ഈ കാർഡ്ബോർഡ് ഉള്ളത്. കാർഡ്ബോർഡിനകത്ത് തെർമോക്കോൾ ഉള്ളതുകൊണ്ട് ഇതിന് നല്ല കട്ടിയുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ ഇതേപോലെ കട്ടിയുള്ളത് എടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇടണം. അപ്പോൾ ഈർപ്പം കാർഡ്ബോർഡിൽ പിടിക്കില്ല. എന്നിട്ട് 4 സൈഡിലും ഇതേപോലെ സില്ലോ ടേപ്പ് ഒട്ടിക്കണം. എന്നിട്ട് ഒരു നീളമുള്ള ഒരു നൂലെടുത്ത് ഇതേപോലെ നടുക്കൂടെ കെട്ട് കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് തുണി സിമെൻ്റ് മുക്കിയിടാം. ഇതിന് കോട്ടൺ ക്ലോത്തും ഉപയോഗിക്കാം, ടവലും ഉപയോഗിക്കാം. ടവലാകുമ്പോൾ നല്ല കട്ടി കിട്ടും. ഞാൻ കോട്ടൺ ക്ലോത്താണ് എടുക്കുന്നത്. ക്ലോത്ത് ഇതുവരെ കിടക്കാൻ കണക്കാക്കി എടുക്കണം. 4 സൈഡിലും ഒരേ അളവിൽ ഇത്രയും ഹൈറ്റിലിടാം. അത് കണക്കാക്കി തുണി മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കോട്ടൺ ലുങ്കിയാണ്. നീളം ലുങ്കിയുടെ നീളമുണ്ട്. വീതി 37 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. നിങ്ങൾ വയ്ക്കുന്ന കാർഡ്ബോർഡിൻ്റെ നീളവും വീതി അനുസരിച്ച് മുറിച്ചെടുക്കണം. ഇനി ഈ തുണിയെടുത്ത് 2ആയിട്ട് മടക്കണം. അതേപോലെ നീളത്തിൽ 2ആയിട്ട് മടക്കണം. ഇതിന് നടുക്കായിട്ട് ഡ്രെയിനേജ് ഹോൾസ് കൊടുക്കണം. ഡ്രെയിനേജ് ഹോൾസ് ഇടുന്നതിന് വേണ്ടിയാണ് 2ആയിട്ട് മടക്കിയത്. ഇനി ഈ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര ഹോൾ ഇടണോ അത് കണക്കാക്കി കട്ട് ചെയ്യാം. ഞാനിതിൽ 3 ഹോൾസാണ് ഇടുന്നത്. 2 അറ്റത്തും നടുക്കുമായിട്ടാണ് 3 ഹോൾസ് ഇടുന്നത്. ഇനി സിമെൻറ്റും വെള്ളവും കൂടെ ചേർത്ത് ഇതേപോലെ കലക്കിയെടുക്കണം. നിങ്ങൾ കലക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് കലക്കാം. ഇനി തുണി ഇതേപോലെ ഇട്ട് തുണിയുടെ എല്ലാ ഭാഗത്തും സിമെൻ്റ് ആവുന്നത് വരെ സിമെൻ്റ് മുക്കിയെടുക്കണം. ഇനി ഇതേപോലെ 2 കൈയിലും ഗ്ലൗസ് ഇട്ടതിന് ശേഷം സിമെൻറ്റ് തുണിയിൽ മുക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ആവും. ഇപ്പോൾ എല്ലാ ഭാഗത്തും സിമെൻറ്റ് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിന് ഇതിൻ്റെ സെൻറ്റർ കണക്കാക്കി 2 സൈഡും ഒരേപോലെ ആക്കിയിട്ട് കൊടുക്കാം. 2 സൈഡും ഒരേപോലെ വരണം. ഞാൻ ആദ്യം തുണി പിഴിഞ്ഞെടുത്തിട്ടാണ്. വെള്ളം കുറവാണെങ്കിൽ പിഴിയണ്ട. വെള്ളം കൂടിപ്പോണെങ്കിൽ കുറച്ച് പിഴിഞ്ഞ് കളയാം. പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതേപോലെ 2 സൈഡും ഒരേപോലെ ആക്കിയിടാം. ഈ ഭാഗം ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. ഈ ഭാഗം ഇതേപോലെ ചുരുക്കി വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള സിമെൻറ്റ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ കൈ കൊണ്ട് തേച്ച് കൊടുക്കാം. ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യണം. ഇത് മുകളിലും 4 ഭാഗത്തും തേച്ച് കൊടുക്കാം. ഇങ്ങനെ താഴോട്ട് തേക്കണം. ഇതിലിപ്പോൾ എല്ലാ ഭാഗത്തും സിമെൻറ്റ് തേച്ചു. ഇനി ഇത് 24 മണിക്കൂർ ഉണങ്ങാൻ വയ്ക്കാം. സിമെൻറ്റ് കലക്കുമ്പോൾ വെള്ളം കുറഞ്ഞിരുന്നാൽ ഇതിന് നല്ല കട്ടി കിട്ടും. വെള്ളം കൂടിപ്പോയാൽ നല്ല കട്ടി കിട്ടില്ല. കട്ടി കുറഞ്ഞിരുന്നാലും ഇനി ഇതിൻ്റെ പുറത്ത് സിമെൻറ്റ് തേക്കുമ്പോൾ നല്ല കട്ടി കിട്ടും. തുണിയുള്ളതുകൊണ്ട് ഇത് പൊട്ടിപ്പോയില്ല. ഇതുണ്ടാക്കിയിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് സിമെൻറ്റും മണലും കൂടെ ചേർത്ത് തേച്ചതിന് ശേഷം
നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ചുകൂടി കനം കിട്ടും. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി എൻ്റെ ഒപ്പം സിമൻ്റ് ഒഴിക്കാം. രണ്ട് കപ്പ് മണലും 1 കപ്പ് സിമൻറ്റും കൂടെ ചേർത്താണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഈ അളവിൽ നമുക്ക് ആവശ്യമുള്ള സിമൻറ്റ് കുഴച്ചെടുക്കാം. ഒന്നിച്ച് കുഴച്ചെടുക്കുകയോ കുറച്ചായിട്ട് കുഴച്ചെടുക്കുകയോ ചെയ്യാം. നിങ്ങൾക്കിതിൻ്റെ പകുതി വലിപ്പത്തിലുള്ള ചെടിച്ചട്ടി മതിയെങ്കിൽ നിങ്ങൾ മോൾഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ പകുതി വലിപ്പത്തിലുള്ള മോൾഡ് എടുത്താൽ മതി. ഇനി 4 മുക്കിലും ഇതേപോലെ സിമൻറ്റ് തേച്ച് ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് ബ്രഷിൽ വെള്ളം മുക്കി ഇതേപോലെ തേക്കുമ്പോൾ എല്ലാ ഭാഗവും നല്ല ഷേപ്പിൽ കിട്ടും. ഇതേപോലെ നമുക്ക് എല്ലാ ഭാഗവും സിമൻറ്റ് തേച്ചെടുക്കാം. ഈ സിമൻറ്റ് തേച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും സിമൻറ്റ് തേച്ചു. ഇനി ഇതേപോലെ 6 പേപ്പർ ഗ്ലാസ് എടുക്കണം. എന്നിട്ട് അതിൽ സിമൻറ്റും മണലും കൂടി കുഴച്ച് നല്ലതുപോലെ അമർത്തി വയ്ക്കണം. ഇതേപോലെ സിമൻറ്റ് നിറച്ച് അമർത്തി വയ്ക്കണം. ഇതിൽ 3 കപ്പ് മണലും 1 കപ്പ് സിമൻറ്റും ചേർത്ത് കുഴച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ഇതേപോലെ അമർത്തി വയ്ക്കാം. ഇതേപോലെ എല്ലാത്തിലും വയ്ക്കാം. ഇപ്പോൾ എല്ലാത്തിലും സിമൻറ്റ് വെച്ചു. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ ചേർത്ത് കലക്കി എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് പേപ്പർ ഗ്ലാസ്സിനെ മാറ്റാം. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ തറയിൽ നിന്നും കുറച്ച് പൊങ്ങിയിരിക്കും. അതിന് വേണ്ടിയാണ് ഇത് വയ്ക്കുന്നത്. ഇനി ഇതേപോലെ ഇതെല്ലാം ഇളക്കിയെടുക്കാം. ഇവിടെ സിമൻറ്റ് ഇല്ലാത്ത ഭാഗത്ത് കുറച്ച് സിമൻറ്റ് പൂശി കൊടുക്കാം. ഈ സിമൻറ്റ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതേപോലെ കലക്കിയെടുക്കണം. ഇത്ര കട്ടിക്ക് കലക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ഇതേപോലെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് സിമൻറ്റ് തേച്ച് കൊടുക്കാം. ഇതേപോലെ ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും തേക്കാം. ഇതിൻ്റെ പുറത്തും തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഹോളുള്ള ഭാഗമെല്ലാം അടഞ്ഞു കിട്ടും. അതേപോലെ താഴ്ഭാഗത്തോട്ടും തേക്കാം. ഇനി എല്ലാ ഭാഗവും തേച്ചതിന് ശേഷം കാണിക്കാം. ഇനി സിമൻറ്റ് ഉണങ്ങിയതിന് ശേഷം പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിച്ചിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയെടുത്തതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ സിമൻറ്റ് തേച്ച് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് പെയിൻറ്റ് തേക്കാം. ഞാനിതിൽ ചുവരിലടിക്കുന്ന പെയിൻ്റാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിലും അടിക്കാം. വൈറ്റ് സിമൻറ്റ് വേണമെങ്കിലും അടിക്കാം. ഞാൻ വൈറ്റ് സിമൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിതിൽ 1 കോട്ട് പെയിൻറ്റ് അടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോട്ട് പെയിൻറ്റ് അടിക്കാം. അതുപോലെ എല്ലാ ഭാഗത്തും പെയിൻറ്റ് അടിക്കാം. ഇനി എല്ലാ ഭാഗത്തും പെയിൻ്റ് അടിച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും പെയിൻ്റ് അടിച്ചു. ഇതിപ്പോൾ പെയിൻ്റ് അടിച്ച് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചു വയ്ക്കാം. തിരിച്ചു വച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇതിനെ തിരിച്ചു വെച്ചു. ഇനി ഇതിനകത്തൊന്ന് ഇതിനെ ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഇത് എളുപ്പം ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു പോട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതേപോലെ തന്നെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം. ഫിഷ് ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഹോൾ ഇടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കുറച്ച് ഗ്രൗട്ട് കലക്കി തേക്കാം.
ഇതിനകത്ത് പെയിൻറ്റ് വേണമെന്നില്ല, വേണമെങ്കിൽ അടിക്കാം. ഇതിപ്പോൾ അടിപൊളി പോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതിപ്പോൾ നല്ല ബലമുണ്ട്, ഇത് പൊട്ടിപ്പോയൊന്നുമില്ല. കുറച്ച് ക്ഷമയോടെ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിൽ സിമൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ പെയിൻറ്റ് ചെയ്തു. ഇതിനകത്ത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൽ 3 ഹോൾസാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഹോൾസ് ഇടാം. ഇതിൻ്റെ സൈഡിൽ കൂടിയ ഹോൾസ് ഇടാം. ഇത് ഉണങ്ങിയതിന് ശേഷം ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോൾസ് ഇടാം. ഇതിൽ അത്യാവശ്യം വേണ്ട സ്പേസ് എല്ലാം ഉണ്ട്. ഇതിൽ പച്ചക്കറി നടാം, ഇഞ്ചി നടാം. ഇഞ്ചി നട്ടാലും നല്ല കിഴങ്ങുണ്ടാകും. ഇതിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ചതിന് ശേഷം നമുക്ക് നടാം. വേറെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.